ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദേവകരുണയുടെ തിരുനാളിന്റെ 6ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവ് ഈ 5 ദിവസവും തന്റെ വലിയ കരുണ നമ്മുടെ ജീവിതത്തിലൂടെ ചൊരിഞ്ഞതിനോർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഇന്ന് ഒരു നീണ്ട യാത്രയിലാണ്, എങ്കിലും നമ്മുടെ നൊവേന മുടങ്ങാതെ ചൊല്ലണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ലൈവ് ചെയ്യുന്നത്. എല്ലാ കുടുംബങ്ങളെയും, എല്ലാ മക്കളെയും, എല്ലാ വ്യക്തികളെയും ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിലേക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ തിരുഹൃദയത്തിനൊഴുകുന്ന തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങളിൽ ശരണപ്പെടുന്നു. കുരിശിൽ നമുക്കായി കുത്തി തുറക്കപ്പെട്ട ആ തിരുഹൃദയത്തിന്റെ ഉള്ളില് നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള്, നമ്മുടെ പ്രിയപ്പെട്ടവര്, ദൈവം നമുക്കായി ഏൽപ്പിച്ചു തന്ന എല്ലാവരെയും നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. ഈശോയെ, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തരണേ കർത്താവേ, നിന്റെ കരുതൽ ഞങ്ങൾക്ക് തരണേ കർത്താവേ, നിന്റെ വലിയ സാന്നിധ്യവും ശക്തിയും കൃപയും ബലവും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലൈവിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും ഈശോയുടെ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. ഇന്ന് ഈ 6ാം ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് എളിമയും ശാന്തതയും ഉള്ളവരുടെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കൾക്കായും അവരുടെ മേൽ ദൈവത്തിന്റെ പ്രസാദവരങ്ങളും സർവ്വസമ്പത്തും വർഷിക്കപ്പെടുന്നതിനായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആത്മാക്കള് ഈശോയുടെ സ്നേഹത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു, ഈശോടൊത്തായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ കൊച്ചുകുട്ടികളും ഒക്കെയുള്ള എല്ലാവരെയും നമുക്ക് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ടീനേജ് മക്കളെ സമർപ്പിക്കാം, യുവജനങ്ങളെ സമർപ്പിക്കാം. ഈശോയെ, ഇന്ന് അങ്ങയുടെ വലിയ കരുണ ഞങ്ങളുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ നമുക്കായി ചൊരിയുന്ന എല്ലാ നന്മകളെ, അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഞാൻ ശാന്തശീലനും വിനീതനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുമെന്ന് അങ്ങ് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. വിനീത ഹൃദയരുടെയും ശിശുക്കളുടെയും ആത്മാക്കളെ അങ്ങയുടെ കരുണാനിർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ. സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ഈ ആത്മാക്കളാണ്. ദൈവസിംഹാസനത്തിന് മുമ്പാകെ പരിമളം പരത്തുന്ന പൂച്ചെണ്ടുകളാണിവർ. അവരുടെ വിശുദ്ധിയുടെ പരിമളത്താൽ ദൈവം തന്നെ സന്തോഷിക്കുന്നു. ഈശോയുടെ കനിവ് നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്കൊരു നിത്യഗേഹമാണല്ലോ. സ്നേഹത്തിന്റെയും കരുണയുടെയും മധുരഗാനം അവർ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യട്ടെ. നിത്യനായ പിതാവേ, കനിവിന് ഉറവിടമായ ഈശോയെ, ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെ ശാന്തതയും എളിമയുമുള്ള ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിപ്പിക്കണമേ. അങ്ങേ പുത്രന്റെ ഏറ്റവും അടുത്ത പ്രതിച്ഛായകളാണവർ. ഭൂമിയിൽ നിന്നുയരുന്ന അവരുടെ സുഗന്ധം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു. കരുണയുടെ പിതാവേ, സർവ്വ നന്മകളുടെയും ഉറവിടമേ, ഈ ആത്മാക്കളോടുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതിയും അങ്ങേക്ക് ഇവരിലുള്ള പ്രസാദത്തെ പ്രതിയും ഞാൻ യാചിക്കുന്നു. ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങനെ എല്ലാ ആത്മാക്കളും ഒന്നിച്ച് അങ്ങയുടെ കരുണയുടെ സ്തുതികൾ പാടിപ്പുകഴ്ത്താൻ ഇടയാവട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവെ, മിനി എബ്രഹാമിനെ, വർഗീസിനെ, സജി ജോസഫിനെ, ജോബിൻ MJ-യെ, കെസ് തോമസിനെ, വിജിത ആനന്ദിനെ, കർത്താവെ, ഇന്ന് ഈ ലൈവിലേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടുവരുന്ന എല്ലാ മക്കളെ, അവരുടെ കുടുംബത്തെ, നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന A-level GCSE എക്സാം എഴുതുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഇന്ന് ഓപ്പൺ ഹാർട്ട് സർജറി 12 മണിക്ക് ആരംഭിക്കുന്ന ചേച്ചിയെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഈശോയെ നിന്റെ തിരുഹൃദയത്തിന്റെ ഉള്ളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ, ബിൻസി ജോർജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാത്യൂസ് എബ്രഹാമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സബിത ജോർജിനെ സമർപ്പിക്കുന്ന എല്ലാ മക്കളുടെയും കുടുംബത്തെ നിയോഗങ്ങളെല്ലാം ഈശോ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, ആരാധന, ആരാധന, ആരാധന.
കർത്താവേ, മഹത്വം 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 മഹത്വം. ഈശോയെ, നിന്റെ വലിയ കരുണ നിറയ്ക്കണേ. ഈശോയെ, നിന്റെ വലിയ കരുതൽ നിറയ്ക്കണേ. കർത്താവെ, ആന്റണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബെല്ല ജോസഫിനെ, ഈശോയെ, മേരി ഡിസൂസായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഒത്തിരി സ്നേഹത്തോടെ ദൈവകരുണ നമ്മുടെ കുടുംബത്തിലേക്ക്, മക്കളിലേക്ക്, ലോകം മുഴുവനിലേക്ക് നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് കരുണയുടെ ജപമാലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ഈ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവെ, KT റിജു, ബോസിനെ, നിമ്മി റോയിയെ, ആന്റണി ജോസഫിനെ, കർത്താവെ, ഓരോ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തുതിക്കുന്ന
കർത്താവെ, നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. കർത്താവിന്റെ വലിയ കരുണ നമ്മളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് എല്ലാം ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവെ, മഹത്വം. എല്ലാ മക്കളും, എല്ലാ കുടുംബങ്ങളും ഈശോയെ സമർപ്പിക്കും. റോഷൻ, മനോജ്, ഈശോയെ, മറിയാമ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, ആശ, ജോയിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ കൂട്ടായ്മയിലേക്ക് നീ കൂട്ടിക്കൊണ്ടുവരുന്ന ഓരോ മക്കളുടെ അവരുടെ എല്ലാ സങ്കടങ്ങളെ, വേദനകളെ, കണ്ണുനീരുകളെ ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സോളി റെയ്നുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനൂപ് ജോബിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു ഈശോയെ. ജിൻഡുമോളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഷേർലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. സീന ജസ്റ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കാരുണ്യം ചോദിച്ചുകൊണ്ട് ദിവികാനം യുദ്ധയെ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവ്
കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഏകദൈവമായ പരിശുദ്ധത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ മടിയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങൾ ശരണപ്പെടും. ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങൾ ശരണപ്പെടും. മനസ്സിലാക്കാനാവാത്ത മഹാരഹസ്യമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങൾ ശരണപ്പെടും. പരിശുദ്ധത്വത്തിന്റെ രഹസ്യത്തിന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങൾ ശരണപ്പെടും. മാനുഷികമോ അമാനുഷികമായി ബുദ്ധിക്ക് അളക്കാനാവാത്ത ദൈവകാരുണ്യമേ ഞങ്ങളങ്ങൾ ശരണപ്പെടും. എല്ലാ ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങൾ ശരണപ്പെടും. സ്വർഗത്തേക്കാൾ മഹനീയമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങൾ ശരണപ്പെടും. അത്ഭുതങ്ങളുടെ ഉറവയായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങൾ ശരണപ്പെടും. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങൾ ശരണപ്പെടും. മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങൾ ശരണപ്പെടും. ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിന് ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങൾ ശരണപ്പെടും. ഈശോയുടെ ഹൃദയത്തെ ഞങ്ങൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങൾ ശരണപ്പെടും. വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങൾ ശരണപ്പെടും. പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ ഞാൻ അങ്ങിൽ ശരണപ്പെടും. മാമോദീസാൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ ഞാൻ അങ്ങിൽ ശരണപ്പെടും. ഈശോയിലൂടെ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. പ്രത്യേകമായി മരണസമയത്ത് ഞങ്ങളെ ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. അമർത്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. നരകത്തിന്റെ തീയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. കഠിനപാപികളുടെ മാനസാന്തരത്തിനായി ആഗ്രഹിക്കുന്നവർക്ക് പ്രവർത്തിക്കുന്നവർക്ക് വലിയ വരം കൊടുക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. മാലാഖമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യമായ ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിൽ നിന്നേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. ദൈവത്തിന്റെ കരവേലകളെല്ലാം അതിശയിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. ദൈവത്തിന്റെ പ്രവർത്തികളെല്ലാം മകുടമായ ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. നാം എല്ലാവരും എപ്പോഴും മുഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. വേദനിക്കുന്ന ഹൃദയങ്ങൾക്കുള്ള മധുരാശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. നിരാശ നിറഞ്ഞ ആത്മാക്കളുടെ ഏക പ്രതീക്ഷയായ ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. ഭയത്തിന്റെ മധ്യത്തിന്റെ ഹൃദയാശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷപാരവശ്യമായ ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. എല്ലാ പ്രവൃത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ദൈവകാരുണ്യമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടും. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലോടത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണ ഞാനൊന്നും പാടിപ്പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ അനന്ത കരുണ അനന്തവും അങ്ങയുടെ ദയ പറ്റാത്തതുമാണല്ലോ. ദയാപൂർവം ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം എടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ. കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ ഈശോ ഈ കാരുണ്യം പകർന്നു തരട്ടെ എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവെ, നിന്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് കർത്താവെ, ഇന്ന് നിന്റെ സന്നിധിയിലേക്ക് മക്കളെ ഓരോരുത്തരും, ഈശോയെ, ഷൈനിയെ, ബോബിനെ, ഫിനി, ഷിജുവിനെ, കർത്താവെ, ബീന, സക്രിയായെ ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ മക്കളുടെയും ജീവിതങ്ങളിലേക്ക് ഈശോയുടെ കാരുണ്യം ഒഴുകി ഇറങ്ങട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവകരുണയുടെ തിരുനാളിന്റെ 6-ാം ദിവസം. ഒപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ 4-ാം ദിവസം നിന്റെ വലിയ കാരുണ്യം ഞങ്ങളിലേക്ക് ചൊരിയണേ. കർത്താവെ, നിന്റെ വലിയ കരുതൽ ഞങ്ങളോട് ചൊരിഞ്ഞുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ വലിയ അഭിഷേകം ഞങ്ങളോട് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തുതിക്കുന്നു. യേശുവേ, എല്ലാ മക്കളുടെയും മേൽ തളർവാദം പിടിപെട്ട് കിടക്കുന്ന രതീഷിന്റെ മേൽ ഈശോയുടെ കരുണയുണ്ടാവട്ടെ. ഷൈനി, ആൻഡോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗപീഠകളിലായിരിക്കുന്നവർ, ജോലിയില്ലാത്ത മക്കൾ, ബിസിനസ് തകർന്നു പോയവർ, ഈശോയെ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു, കുടുംബത്തിന്റെ വലിയ തകർച്ചകളിലൂടെ കടന്നു പോകുന്ന മക്കളെ എല്ലാം സമർപ്പിക്കുകയാണ്. ഈശോയെ, സമാധാനമില്ലാത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയുടെ നാമത്തിൽ വലിയ ബ്ലെസ്സിങ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, നന്ദി. ഈശോയെ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ നന്ദി, ആരാധന. പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. ആത്മാവേ, പരിശുദ്ധാത്മാവെ എല്ലാ മക്കളെ ഏറ്റെടുക്കണേ. ആത്മാവേ, എല്ലാ മക്കളുടെയും ജീവിതങ്ങളിലേക്ക് വലിയ പരിശുദ്ധ നിറവുണ്ടാവട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക്, കുടുംബത്തിലേക്ക് എല്ലാം ഈശോയുടെ നിറവുണ്ടാവട്ടെ. പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കർത്താവിന്റെ വലിയ കരുണ എല്ലാ മക്കളും അനുഭവിക്കാൻ ആഗ്രഹിച്ചു, ഒരുമയോടെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന എല്ലാവരും, ഇപ്പോൾ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാം ഒന്ന് നിങ്ങളുടെ ആ ലൈവിന്റെ താഴെയുള്ള ഷെയർ ഓപ്ഷനിൽ ഒന്ന് ഞെക്കി ഒന്ന് ഷെയർ ചെയ്താൽ അത് വലിയൊരു ബ്ലെസ്സിംഗ് ആയിരിക്കും. അതുപോലെ ഈശോയുടെ അനുഗ്രഹം അനേകർക്ക് എത്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെയൊക്കെ നമുക്ക് സമർപ്പിക്കാൻ. ടേസി ഷൈൻ, ടാക്കി റെജി, അഞ്ജു ജോ, ടോം ജാസിനെ, ആന്റണി MP ഒക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ വലിയ കരുണ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, സഭയിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം വായിക്കുകയാണ്. അവൻ ജനത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയ സേനാധിപനും സദുക്കായരും അവർക്കെതിരെ ചെന്നു. അവർ ജനത്തെ പ്രബോധിപ്പിക്കുകയും മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ച് യേശുവിനെ ആധാരമാക്കി പ്രഘോഷിക്കുകയും ചെയ്ത നിക്കൂട്ടർ വളരെ അസ്വസ്ഥരായിരുന്നു. അവർ അവരെ പിടികൂടി സന്ധ്യയായതുകൊണ്ട് അടുത്ത ദിവസം വരെ കാരാഗ്രഹത്തെ സൂക്ഷിച്ചു. അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവരുടെ സംഖ്യ 5000-ഓളം. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു. പ്രധാന പുരോഹിതൻ അന്നാസും കയ്യാപ്പാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതന് കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, എന്ത് അധികാരത്താലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ പത്രോസ് അവരോട് പറഞ്ഞു, ഭരണാധികാരികളെ, ജനപ്രമാണികൾ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ്. എന്തു മാർഗം ഉപയോഗിച്ച് ഞങ്ങളെ മനുഷ്യനെ സുഖപ്പെടുത്തി എന്നതിനെ കുറിച്ച് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഇസ്രായേൽ ജനം മുഴുവനും ഇത് അറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവൻ ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വീട് പണിക്കാരായി നിങ്ങൾ തട്ടിക്കളഞ്ഞ മുള്ളിക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു, മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാഭീകരായ സാധാരണ മനുഷ്യരാണ് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരുടെ സമീപത്ത് നിൽക്കുന്നത് കണ്ടതിനാൽ എന്നാൽ എതിർത്തു പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തു പോകാൻ അവരോട് കൽപ്പിച്ചതിന് ശേഷം അവർ പരസ്പരം ആലോചിച്ചു, ഈ മനുഷ്യരോട് നാം എന്താണ് ഇവർ വഴി ശ്രദ്ധേയം ഒരു അടയാളം സംഭവിച്ചിരിക്കുന്നത് ജെറുസലേം നിവാസികൾക്കെല്ലാം വ്യക്തമായി അറിയാൻ നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇത് ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ആരോട് സംസാരിക്കരുതെന്ന് നമുക്ക് അവരെ താക്കീത് ചെയ്യാം. അവർ അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. പത്രോസും യോഹന്നാൻ അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്ന ദൈവസന്നിധി ന്യായമാണ്. നിങ്ങൾ തന്നെ വിധിക്കുവിൻ. എന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല, കാരണം ജനത്തെ അവർ ഭയപ്പെട്ടു. എന്നാൽ അവിടെ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കർത്താവെ, അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ച മനുഷ്യൻ 40-ലേറെ വയസ്സുണ്ടായിരുന്നു. വിശ്വാസികൾ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുന്നു. മോചിതരായവർ സ്വസമൂഹത്തിലെത്തി. പുരോഗത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ദൈവത്തെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു, നാഥാ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അതിർത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ, പിയാതെ രോഷാകുലരായതെന്തിന്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നതും എന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത് അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിനെതിരെ ഹെറോദോസും പന്തിയോസ് പിലാത്തോസും വിജാതിയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായി ഈ നഗരത്തിൽ ഒരുമിച്ചുകൂടി അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. അതിനാൽ കർത്താവെ, അവരുടെ ഭീഷണികളെ അവരിന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി കർത്താവെ, അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല, എന്നാൽ എല്ലാം പൊതു സ്വത്തായിരുന്നു. അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിൽ വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായില്ല. കർത്താവെ, ഇപ്പോൾ ഈ കൂട്ടായ്മയിലേക്ക് നീ കൊണ്ടുവരുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കാരുണ്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ വലിയ പരിശുദ്ധാത്മാവിന് അത് ഓരോരുത്തർക്കും
അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും വിറ്റ് സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയെ അത്രയും വിറ്റ് കിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. ബാർന്നബാസ് എന്ന അപരനാമത്തിൽ അപ്പസ്തോലന്മാർ വിളിച്ചിരുന്ന ഈ വാക്കിന്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ്. സൈപ്രസ് സ്വദേശിയുമായ ലേവാനുമായ ജോസഫ് തന്റെ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഇപ്പോൾ ഈ സമയത്ത് ഈ മക്കളെ ഓരോരുത്തരെ സമർപ്പിക്കുകയാണ്. ഈ കൂട്ടായ്മയിലേക്ക് നീ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന എല്ലാ മക്കളെ ഇവരുടെ നിയോഗങ്ങളെ കർത്താവെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവിൽ ഇവർ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവർ നിറയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ വലിയ ഇടപെടലുകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയുണ്ടാവട്ടെ. അത്ഭുതകരമായി വിടുതൽ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും ഈശോയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, സോജനെ സമർപ്പിക്കും. കർത്താവെ, അപർണയെ സമർപ്പിക്കും. ഷൈബി ബെന്നിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വി തോമസിനെ സമർപ്പിക്കും. ഈശോയെ അനുഗ്രഹിക്കണേ കർത്താവ്. ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങളെ കർത്താവെ, തോമസ് ചേട്ടന്റെ ഓപ്പറേഷനെ സമർപ്പിക്കുന്നു. മനോജിനെ, മാത്തച്ചനെ, ഈ ചേച്ചിയെ, സിബിച്ചേട്ടനെ, ബിക്കിയെ, കുടുംബത്തെ, ഷായിച്ചേട്ടനെ, ഷാജി തോമസ് ചേട്ടനെ, കർത്താവ് ജാക്കലിൻ ചേച്ചിയെ ഷാബു ചേട്ടനെ സമർപ്പിക്കും. ജോൺ ചേട്ടനെ സമർപ്പിക്കുന്നു. പ്രിൻസിയെ, മാർട്ടിനെ, ഡയാനിയെ, ഷാജിയെ, അനുവിനെ സമർപ്പിക്കുന്നു. കർത്താവെ, കർത്താവെ, എല്ലാ ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു. ഈശോയെ, ആദ്യമുള്ള ശുശ്രൂഷയെ സമർപ്പിക്കും. അനീഷ് മാത്യുവിനെ സമർപ്പിക്കുന്നു. കർത്താവെ, കപ്പൽ ബ്രിട്ടീഷിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പന്തക്കുസ്ത ധ്യാനത്തെ സമർപ്പിക്കുന്നു. ആയ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം നിന്നും വിടുതൽ. ഈശോ എല്ലാ മക്കളെ അനുഗ്രഹിക്കണേ കർത്താവെ. വിടുതൽ തലമുറകൾക്കെന്നും അവകാശം യേശുവിന്റെ യോഗ്യതയാല് ചന്ദനത്തിൽ നിന്നും വിടുതൽ. യേശുവേ, ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണേ കർത്താവേ. തെറ്റുകൾ പൊട്ടട്ടെ. യേശുവേ, ആരാധന. യേശുവിന്റെ തിരുരക്തം. ഈശോ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണേ കർത്താവേ. അഴിയട്ടെ, തെറ്റുകൾ പൊട്ടട്ടെ. യേശുവേ, ആരാധന. ഇതിന്റെ തിരുരക്തം എല്ലാ മക്കളും ഈശോയെ. ഷൈബിയെ സമർപ്പിക്കുന്നു. രാജിയെ സമർപ്പിക്കും. സുനിത സന്തോഷിനെ സമർപ്പിക്കും. പ്രിയ സെൽസനെ സമർപ്പിക്കും. നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതിയിടുക. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ മക്കളെ അനുഗ്രഹിക്കണം. ജോലിയില്ലാത്ത മക്കള്, കുടുംബ സമാധാനമില്ലാത്ത മക്കള് ഈശോയെ. പ്രിൻസിനെ സമർപ്പിക്കുന്ന കർത്താവ്, റിൻസിനെ സമർപ്പിക്കുന്ന കർത്താവെ, ഷിൻസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, സിസ്റ്റർ മോളിയെ സമർപ്പിക്കുന്ന കർത്താവെ, സിമി ജിനോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തിരുരക്തത്താൽ അടിമച്ചങ്ങലയഴിയട്ടെ. യേശുവേ, എല്ലാ മക്കളെയും യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങലയഴിയട്ടെ. താനേ ഈ നിത്യ നരകത്തിൽ പോകൂ. ഞാനുമെന്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. യേശുവേ, ഹല്ലേലൂയ. താനേ നിത്യ നരകത്തിൽ പോകൂ. ഞാനുമെന്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. കർത്താവേ, കരുണയാകണം ഈശോയെ. തലമുറകൾക്കെന്നും അവകാശം യോഗ്യതയാല് ബന്ധനത്തിൽ നിന്നും വിടുതൽ. ഈശോ, മഴിയട്ടെ, തെറ്റുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം നിറയട്ടെ. ഹല്ലേലൂയ. ഈശോയെ, റോണി സെബാസ്റ്റിനെ സമർപ്പിക്കും. ഷൈനി ജോസ് പൂവക്കോ, ഡാൻസി ബെന്നി, കർത്താവെ, സോളി റെയ്നു, ജാൻസി ജോൺ. ഈശോയെ, രോഗപീഠകളായിരിക്കുന്ന മക്കൾ കർത്താവെ, വലിയ കാരുണ്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വലിയ കരുതലുണ്ടാവട്ടെ ഈശോയുടെ നാമത്തിൽ. എല്ലാ മക്കളിലും ഈശോയുടെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും. മിനി ജോൺ അലക്സനെ സമർപ്പിക്കുന്ന കർത്താവെ, ജാൻസി ജോണിന്, എസ് ടി ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവെ,
കുടുംബത്തെ, കുഞ്ഞുങ്ങളെല്ലാം ഏറ്റെടുക്കണം. ഈശോ ഒന്നും തൊടുകയില്ല, അനർത്ഥങ്ങളൊന്നും വരികയില്ല. ഈശോയെ ആരാധന. ഒന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ജയിച്ചവാനെ ഹല്ലേലൂയ. അധിപതിയായി ായ സമർപ്പിക്കുന്ന കർത്താവേ, ബീന തോമസിനെ സമർപ്പിക്കുന്ന കർത്താവേ, സോണിയ ഡിക്സനെ സമർപ്പിക്കുന്ന കർത്താവേ, ജാൻസി റോബിനെ സമർപ്പിക്കുന്നു, വിധുമോളെ സമർപ്പിക്കുന്നു കർത്താവേ. കരുണയാകണേ അപ്പാ. യേശുവേ ആരാധന ആരാധന. ജിൻസി സോണിയെ സമർപ്പിക്കുന്ന കർത്താവേ, ആന്റണി ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവേ, രതീഷിനെ സമർപ്പിക്കുന്ന കർത്താവേ. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സുമിൻ അനീഷിനെ സമർപ്പിക്കും കർത്താവേ. സാലി ചേച്ചിയെ, സിബി ചേട്ടനെ, കുഞ്ഞുങ്ങളെ സമർപ്പിക്കും. ആൻസി ചേച്ചി, മില്ലിയേട്ടനെ, കുഞ്ഞുങ്ങളെ സമർപ്പിക്കും. ഈശോയെ ഋഷിക റിജോയെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കും കർത്താവേ. ബെറ്റി ചേച്ചി, ആലിയേട്ടനെ, കുഞ്ഞുങ്ങളെ സമർപ്പിക്കും. യേശു എല്ലാ വൈദികരെ സമർപ്പിക്കുന്നു കർത്താവേ. സെബാസ്റ്റിനെ സമർപ്പിക്കും. ഈശോയെ മിനി ജോണിനെ സമർപ്പിക്കും. എല്ലാ തടസ്സങ്ങളും മാറട്ടെ കർത്താവേ. ഈശോ എല്ലാ തടസ്സങ്ങളും മാറട്ടെ അപ്പാ. ഈശോ വഴികളിലെ തടസ്സങ്ങൾ മാറട്ടെ കർത്താവേ. യേശുവേ ആരാധന 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 കർത്താവേ. മഹത്വം 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 മഹത്വം. യേശുവേ വാണേ അധിപതിയായി എന്നെന്നും നീവാ. ഈശോയെ സുശ്രീ കുര്യനെ സമർപ്പിക്കുന്ന കർത്താവേ. ലാൻസി ബിനുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാലി ജോൺസനെ കർത്താവേ. ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങളിലേക്ക് ഈശോ കടന്നു വരട്ടെ. ഈശോ കടന്നു വരട്ടെ. എല്ലാ മക്കളും ഈശോ തൊരട്ടെ. ഹാല 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 ഹാല. യേശുവേ ആരാധന ആരാധന ആരാധന. ഈശോയെ ജിൻസ് വർഗീസിനെ സമർപ്പിക്കും. സിജോ എബ്രഹാമിനെ, കുടുംബത്തെ യേശുവേ കർത്താവേ കരുണയായിരിക്കണേ അപ്പാ. യേശുവേ ഈശോയെ 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 യേശുവേ ആരാധന. ഡോണ കേസിയെ സമർപ്പിക്കുന്നു കർത്താവേ. എലിസബത്തിനെ സമർപ്പിക്കുന്നു ഈശോയെ. മെർലി ജോസിനെ, സാജു ജേക്കബിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന ആരാധന ആരാധന. എല്ലാ മക്കളുടെയും മേൽ ഈശോയുടെ കരുണ ഒഴുകട്ടെ. എല്ലാ രോഗികളെ ഈശോ സുഖപ്പെടുത്തട്ടെ. ജോലി തടസ്സങ്ങൾ മാറട്ടെ അപ്പാ. പരീക്ഷ എഴുതിയിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഇന്റർവ്യൂവിന് പോയിരിക്കുന്ന ജിൻസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തുതിക്കുന്നു 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 യേശുവേ. ആരാധന ആരാധന ആരാധന. ബല 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 ബല. യേശുവേ ആരാധനയപ്പാ. ഫ്രാൻസിസ് നിരപ്പയെ സമർപ്പിക്കും. അനിത സാറ ജോയിയെ സമർപ്പിക്കുന്ന കർത്താവേ. യേശുവേ അനുഗ്രഹിക്കണ കർത്താവേ. സ്തുതിക്കുന്നു 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 ഈശോയെ 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 ഈശോയെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ ഇറങ്ങി വരണേ. ദൈവത്തിന്റെ ആത്മാവേ ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങൾ ഇറങ്ങി വരണം. ഈ മക്കളെല്ലാം ഷീല സാബുവിനെ സമർപ്പിക്കുന്നപ്പാ കർത്താവേ. ജോസഫ് കുര്യനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പിൻസി ഷോജിയെ സമർപ്പിക്കുന്നു ഈശോയെ. സ്മിത സിറിയക്കനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനു ജോണിനെ സമർപ്പിക്കുന്നു ഈശോയെ. എല്ലാ മക്കളെ ഈശോയെ. ഷൈനി ജേക്കബിനെ, ആന്റണിയെ ഈശോയെ. ജോസ് സ്റ്റീഫനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെയും വേദനകളെ, കണ്ണുനീരുകളെ, സങ്കടങ്ങളെ ഒരിക്കൽ കൂടി നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുക. സ്വപ്ന അനിലിനെ സമർപ്പിക്കുന്നു. അശ്വിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവേ. ഈശോയെ ജോലിയില്ലാത്ത മക്കൾ, ജോലിയിൽ സ്ട്രഗിൾ അനുഭവിക്കുന്നു കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ എല്ലാം സമർപ്പിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം നിറയട്ടെ. ജോളമ്മ ചെറിയാനെ സമർപ്പിക്കാം. സിസിലി കുര്യനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം യേശുവേ. ജീവിതമേകും ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണം. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ കുടുംബത്തിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് എല്ലാം ആത്മാവിന് നിറവുണ്ടാവാൻ. തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണം. ഈശോയെ യേശു ചേച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നീ പരിശുദ്ധാത്മാവേ എന്നെ നീ നീയായി മാറ്റണമേ. യേശുവേ ആരാധന. എന്നെ നീ പടരണമേ മാവേ. എന്നെ നീ നീയായി മാറ്റണമേ. ഹല്ലേലൂയ. ഈശോയെ പരിശുദ്ധാത്മാവേ ഈ കുടുംബങ്ങളിലേക്കെല്ലാം ഈശോ നിറയട്ടെ. ഈ മക്കളിലേക്കെല്ലാം ഈശോ വന്ന് നിറഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞൊഴുകട്ടെ. ഈശോയുടെ വലിയ സാന്നിധ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. യേശുവേ കരുണയാകണേ ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ.
ഓരോ പുറോത്ത 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 പുറോത്തോ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ശക്തി അയക്കണമേ ഏലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ ഏലിയായുടെ ദൈവമേ, അഗ്നി അയക്കണമേ ഏലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ അഗ്നി അയക്കണമേ. ശക്തിയേരും ദൈവമേ നീ ഉണർത്തണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നെ നീ ഊറ്റിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. പരിശുദ്ധാത്മാവേ എന്നെ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. പരിശുദ്ധാത്മാവേ നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. എല്ലാ മക്കളുടെയും കുടുംബത്തിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, രോഗപീഠകളിലേക്ക് ഈശോയുടെ കൃപ നിറയട്ടെ, ഈശോയുടെ സാന്നിധ്യം നിറയട്ടെ, ഈശോയുടെ ശക്തി വെളിപ്പെടട്ടെ. കുടുംബങ്ങളിലേക്ക് കർത്താവെ, അൾത്താറിലേക്ക് മക്കളെല്ലാം വരട്ടെ കർത്താവെ. ഇനി വർഗീസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവ്. രോഗക്കിടക്കയിലായിരിക്കുന്നു പ്രായമായ മാതാപിതാക്കളെ സമർപ്പിക്കും, വെന്റിലേറ്ററുകളായിരിക്കുന്നു ഈശോയെ, ഐസിയുവിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവ്. പഠനത്തിന് വേണ്ടി ഒരുങ്ങുന്നത്, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് ഈശോയെ അനുഗ്രഹിക്കണേ അപ്പാ. ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, ദൈവന്മാരെ പോലെ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, ആത്മാവിന്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ, ആത്മാവിന്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നെ നിറയണം. ഈശോയെ മഞ്ജുനെ സമർപ്പിക്കും. ലാൻസി ബിനുവിന്റെ ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ഈശോയെ അരുൺകുമാറിനെ സമർപ്പിക്കുന്നപ്പാ. ജീവിതമേവും ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ കർത്താവെ. അമ്മണി വർഗീസിന്, സാലി ജോൺസനെ സമർപ്പിക്കുന്ന കർത്താവെ. ഈശോയെ ബിജോ പോളിനെ സമർപ്പിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. മിനി ജോൺ അലക്സിനെ സമർപ്പിക്കുന്ന കർത്താവെ. സമാധാനമില്ലാത്ത കുടുംബങ്ങളെ സമർപ്പിക്കുന്ന ഈശോയെ, മക്കളില്ലാത്ത ദമ്പതികളെ ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാ മക്കളും ഈശോയുടെ അൾത്താരയിലേക്ക് നമ്മൾ സമർപ്പിക്കുക. ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈശോയെ ലിൻസിമോൾ ലൂക്കോസിനെ സമർപ്പിക്കുന്നു, റീന മെജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാ മക്കളെ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ, കുടുംബത്തെ എല്ലാം ഈശോയ്ക്ക് ഒരിക്കൽ കൂടി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പന്തക്കുസ്താ തിരുനാളിന് ഒരുക്കദിനത്തിന്റെ 4-ാം ദിവസവും ദൈവകരുണയുടെ തിരുനാളിന്റെ 6-ാം ദിവസത്തിലുമാണ് നമ്മളിപ്പോൾ. ഈശോയെ ഞങ്ങളുടെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെല്ലാം ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. ജസോ ജോണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സണ്ണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാ മക്കളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയെ നമ്മുടെ സമയം ഞാൻ പറഞ്ഞു. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണി തൊട്ട് 8:30 വരെയാണ്. ഞാൻ ലിങ്കൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ കപ്പൽ റിട്രീറ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. പെന്തക്കോസ്ത് അഭിഷേക ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ശുശ്രൂഷകളും ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കാം. ഈശോയെ ഈ മക്കൾ ഇവരുടെ നിയോഗങ്ങളെയൊക്കെ സമർപ്പിക്കുകയാണ്. കർത്താവിന്റെ വലിയ കരുണ നമ്മുടെ ഈ നിയോഗങ്ങളെല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലിസി, സാജി, സോളി, ജോബി, ഷൈനി, ജോസിനെ ഈശോയെ എല്ലാ മക്കളും ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഈശോയെ ഇവരെല്ലാം നിനക്ക് സമർപ്പിക്കുകയാണ്. സിൽവിയെ സമർപ്പിക്കുന്നു. ഈശോയെ മീര, ജോബി, മങ്ങാട്ടിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സിനി ബാബുവിനെ സമർപ്പിക്കുന്നു. ടോം റൂബിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ എല്ലാ മക്കളെയും, കുടുംബത്തെ, മാതാപിതാക്കളെ, സങ്കടങ്ങളെ, ചില വിസ പ്രോസസ്സിങ്ങുകളെ, ചില പേപ്പർ വർക്കുകളെ, കമ്പനി ജോലിയില്ലാത്തവരൊക്കെ സമർപ്പിക്കുകയാണ്. ഈശോയെ ഈ സമയത്ത് ബിനുവിനെ, സീതായും കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിസാപരമായ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കണേ അപ്പ. എല്ലാ ഇടവുകളും ഏറ്റെടുക്കണേ കർത്താവെ. കുടുംബത്തെ, കണ്ണുനീരുകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ജീവ ജോയിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവെ ഈ കരുണയുടെ തിരുനാൾ ദിനങ്ങളിലേക്ക് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെല്ലാം ഈശോയുടെ വലിയ ഇടപെടൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ അല്ലെ ഇതൊന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ വലിയ സന്തോഷമാണ്. ഷെയർ ചെയ്യാത്തൊരു ഇപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യാവോ? മറ്റുള്ളവർ കൂടി പങ്കെടുക്കാൻ വേണ്ടിയാണ്. ഞാനൊരു യാത്രയിലാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വണ്ടിയിലിരുന്ന് ലൈവ് ചെയ്യുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടുമല്ല. നമ്മൾ നാളെ നമ്മുടെ സ്വസ്ഥാനങ്ങളിൽ എത്തും. ആ സമയത്ത് അവിടെ ഇരുന്ന് മഠത്തിലിരുന്ന് ചെയ്യാൻ പറ്റും. എല്ലാ മക്കളും പ്രത്യേകം പ്രാർത്ഥിക്കുക. ബീന വർഗീസനെ, മിനു, ബിജുവിനെ എല്ലാവരും ഈശോയുടെ കാര്യങ്ങളിലോട്ട് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവർ, മക്കളില്ലാത്ത ദമ്പതികൾ നമുക്ക് പ്രത്യേകം ഓർക്കാം. ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. ഇവരെല്ലാം നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ സംഭവിക്കട്ടെ. ജോർജ് ടിയുടെ കടബാധ്യതയെ ഈശോ ഏറ്റെടുക്കട്ടെ. സാബു വയലിലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ
നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു ഈശോയെ, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ബിനി സണ്ണിയെ സമർപ്പിക്കുന്നു ഈശോയെ. പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള മക്കളെ വൈദികരെ, പ്രത്യേക സ്ട്രഗിലൂടെ കടന്നു പോകുന്ന വൈദികരെ സമർപ്പിക്കുന്നു, സിസ്റ്റേഴ്സിനെ സമർപ്പിക്കുന്നു. യേശുവിന്റെ വലിയ കൃപ അഞ്ജുവിനെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജെസ്സി തോമസിനെ സമർപ്പിക്കുന്നു. യേശു എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവ്. എല്ലാവർക്കും ഈശോയുടെ കൃപ ഉണ്ടാവട്ടെ, ഈശോയുടെ വലിയ കരുതലുണ്ടാവട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥനകളെല്ലാം ഒരു നിമിഷം പ്രാർത്ഥിച്ചേ ഈ കൂട്ടായ്മയിലേക്ക് ഇന്ന് ഈശോ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങളെ ഈശോയെ നീ ഏറ്റെടുക്കണം ഈശോയെ. നിന്നല്ലാതെ മറ്റാരും ഞങ്ങൾ ശക്തിയില്ല കർത്താവെ. ബിബിൻ വർഗീസിനെ സമർപ്പിക്കുന്നു, മനോജ് ഔസേപ്പിനെ സമർപ്പിക്കുന്നു ഈശോയെ. കർത്താവ് പ്രത്യേകമായിട്ട് ജോബിനെ, ഹോർട്ട് ഹിയറിങ്ങിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ എല്ലാ മക്കളും, എല്ലാ കുടുംബങ്ങളെ ഏറ്റെടുക്കണം, വൈദികരെ ഏറ്റെടുക്കണം കർത്താവെ. ഞങ്ങളെ വിമർശിക്കുന്നവരെ, ഞങ്ങളെ കുറ്റപ്പെടുന്ന, ഞങ്ങൾക്കെതിരായി പറയുന്നവരൊക്കെ അനുഗ്രഹിക്കണേ കർത്താവെ. എല്ലാവർക്കും ഈശോയുടെ ഇടപെടലുകൾ ഉണ്ടാവട്ടെ. ഞങ്ങളെ സഹായിക്കുന്നവർക്ക് ഈശോയുടെ വലിയ അനുഗ്രഹം ഉണ്ടാവട്ടെ കർത്താവെ. എല്ലാ മക്കളും, എല്ലാ വ്യക്തികളുടെയും ഈശോയുടെ കൃപയുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിത് ഷെയർ ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. റിനി സാന്റോയെ സമർപ്പിച്ച് സ്റ്റീഫൻ മാത്യുവിനെ സമർപ്പിക്കുന്നു. എല്ലാവരും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് നമുക്കുണ്ടാവട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, എല്ലാ മക്കളെ അനുഗ്രഹിക്കണേ കർത്താവ്. എല്ലാവരുടെയും കുടുംബങ്ങളെ, ജീവിത നിയോഗങ്ങളെ എല്ലാം നീ ഏറ്റെടുക്കണമേ നീ സമയത്ത് പ്രാർത്ഥിക്കുക. ഓരോരുത്തരുടെയും കണ്ണുനീരുകളെ സ്വർഗ്ഗം ഏറ്റെടുക്കട്ടെ. ഓരോ മക്കളുടെയും വേദനകളെ സ്വർഗ്ഗം ഏറ്റെടുക്കട്ടെ. ഈശോയെ, മക്കളില്ലാത്ത ദമ്പതികൾ ഇന്ന് പ്രത്യേകമായി കരുണ കാണിക്കണേ അപ്പാ. കുടുംബജീവിതത്തിന് ഒരുങ്ങുന്ന വിവാഹം നടക്കാത്ത മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയോട് കൂടി ആയിരിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി.